ഡിവിഷൻ നമ്മളിപ്പോൾ അങ്കോലയിലാണ്. ഈ അപകടം നടന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് നമ്മളുള്ളത്. കാരണം അവിടേക്ക് പ്രവേശനം പോലീസ് അനുവദിക്കുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ എന്നതാണ്. എന്തായാലും 4-ാം ദിവസത്തെ തിരച്ചിൽ 9 മണിയോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ നേരത്തെയൊക്കെ ഉണ്ടായതുപോലെ മോശം കാലാവസ്ഥ തന്നെയാണ് പ്രധാനമായും തിരച്ചിലിന് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. നാളെ രാവിലെ 5:30 തന്നെ ഈ രക്ഷാദൗത്യം തുടങ്ങും എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. ഇന്ന് ഉണ്ടായതുപോലെയല്ല, കൂടുതൽ വിപുലീകരിച്ചുള്ള രക്ഷാദൗത്യമാണ് നാളെ നടത്തുക എന്നാണ് ജില്ലാ കളക്ടറായാലും ഇതിന് നേതൃത്വം നൽകുന്ന പോലീസും ഒക്കെ തന്നെ വിശദീകരിക്കുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇനി നടത്തുക എന്നതാണ്. അതായത് വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ പോലും കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇന്ന് തിരച്ചിൽ നടത്തുക എന്നതാണ്. ഇന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് പ്രധാനമായും ഈ രക്ഷാദൗത്യം നടത്തിയിരുന്നത്. കാരണം പുഴയിൽ വാഹനം പോയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അതായത് ഗംഗാവാലി പുഴയിലേക്ക് ഈ ശക്തമായി വന്ന മണ്ണിൻ്റെ ഒരു ശക്തിയിൽ പുഴയിലേക്ക് വാഹനം പോയെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് അങ്ങനെയല്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. നാവികസേന ഉദ്യോഗസ്ഥരും NDRFും ഒക്കെ പുഴയിലിറങ്ങി തിരഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹനം അവിടെയല്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീട് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തി തിരഞ്ഞുവെങ്കിലും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. നാളെ റഡാർ സംവിധാനം അതിനായി ഉപയോഗിക്കും ഒന്നുകൂടെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. നമ്മളിപ്പം ലോറി ഉടമ മനാഫാണ് ചേരുന്നത്. രക്ഷാദൗത്യത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് നിങ്ങൾ. അവസാനമായും അവരെന്താ പറയുന്നത്? ഇപ്പം ഇന്നിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 8 മണി വരെ തെരച്ചിലൊക്കെ നടത്തി. പിന്നെ ഭയങ്കര മഴ നിങ്ങൾ കണ്ടില്ല, കോട പിന്നെ ഈ ലൈറ്റ് സംവിധാനം ഇല്ല. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇരുടത്ത് തിരയുമ്പോൾ ലാൻഡ് സ്ലൈഡിങ് ഒന്നും കൂടി ആയാൽ പെട്ടെന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടായ ദുരന്തത്തിനെക്കാട്ടും വലിയ ദുരന്തമാവും എന്നുള്ളതാണ് പോലീസുകാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ഇനി നാളെ രാവിലെ നേരത്തെ തുടങ്ങും, അതാണ് ഇപ്പം പറഞ്ഞത്. പിന്നെ പ്രതീക്ഷയിലാണല്ലേ നാളത്തെ ഒരു പകലിനെ നിൽക്കുന്നത്? അതെ, ഇത് ഇന്നത്തേക്ക് നമ്മൾ 4 ദിവസമായി. 3 ദിവസം നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടും ഇവിടുത്തെ അധികാരികളുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ കേരളം മൊത്തം ഇതിൻ്റെ പിന്നിൽ കൂടിയിട്ട് കഥ മാറി. ഇപ്പം FIR ഇടാൻ പോലും ഇത്രയും ദിവസമില്ല. ഇപ്പം കൂട്ടിക്കൊണ്ടുപോയി FIR ഒക്കെ ഇടിപ്പിച്ച് എല്ലാ പണിയും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം വേറെ അതിലൊരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിൻ്റെ ഡ്രൈവറിനാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ മലയാളിയാണ്, അതാ പ്രശ്നം. അതുകൊണ്ട് അതിൻ്റെ പവറാണ് ഇപ്പം. അത് നല്ലൊരു മാറ്റം. മലയാളികൾ എല്ലാവരും കൂടിയതിനോണ്ട് മാത്രമാണ് എങ്ങനെയെങ്കിലും നമ്മളെല്ലാവരും പ്രാർത്ഥന എങ്ങനെയെങ്കിലും ജീവനോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ്. അപ്പം ഇന്ന് കേരള സൈബർ സെല്ല് സ്ഥിരീകരിച്ച് സിമ്മ് രണ്ടാമത് ആക്റ്റീവ് ആയിരുന്നു. ഫോൺ ഓൺ ആയിരുന്നു. അതെ. അപ്പം അതിനുള്ള ചാൻസസ് അതോടുകൂടി ഒന്നും കൂടി പ്രതീക്ഷ ഉണ്ട്, ആള് തിരിച്ചു വരും എന്നുള്ള. അപ്പം ഈ ട്രക്കിന്റെ GPS കണ്ട സ്ഥലത്തല്ലേ ഇപ്പോൾ പ്രധാനമായും തിരയുന്നത്? അതെ. GPS കണ്ട സ്ഥലത്ത് തന്നെയാണ് സിമ്മും ട്രാക്ക് ചെയ്യണത്. അപ്പം നമ്മളെ വിശ്വാസം വണ്ടിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് എന്നുള്ളതാണ്. വണ്ടി ലോക്ക് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങിപ്പോയി, അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോക്കാ വണ്ടി. പിന്നെ അവിടെ അത്രമാത്രം മണ്ണ് മാത്രമാണ് മെയിനായിട്ടുള്ളത്. കല്ലുണ്ട്, പക്ഷെ ആ കല്ലതിൽ കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മണ്ണാണെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് 90% ഉണ്ട് എന്നാണ് ഇവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ പറയുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അത് വിഫലമാണ്. 4-ാം ദിനം നടത്തിയ തിരച്ചിൽ വിഫലമാണ്. നാളെ രാവിലെ വീണ്ടും ആരംഭിക്കും. പറഞ്ഞതുപോലെ റഡാർ സംവിധാനം, അതുപോലെ കൂടുതൽ ഉദ്യോഗസ്ഥരെയൊക്കെ സംഘങ്ങളെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നാളെ നടക്കുക.